ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പരിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം തന്നെ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ അളവിലോളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് 3 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. ഈ ഒരു കുക്കറിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കറിയാക്കി എടുക്കാം. ഇപ്പം ഞാനിത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ കറിയാക്കുന്നത്. മൊത്തത്തിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു കുക്കറിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു അളവിൽ തന്നെ മതിയാകും. ഇതൊന്ന് മൊത്തത്തിൽ മിക്സാക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്കുള്ള അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഉടച്ചൊന്നും കൊടുക്കണ്ട. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് മിക്സാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു അരപ്പ് നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൊത്തത്തിൽ മിക്സാക്കിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. 4-5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചട്ടിയിലേക്ക് ആക്കിയത് കൊണ്ട് തന്നെ കറി അടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറി നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. ആ ഒരു ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ കറി നന്നായിട്ടൊന്ന് കുറുകി വരും. കറിയിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചെറിയൊരു പീസ് സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാണ് കേട്ടോ ചെയ്യുന്നത്. വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വറുത്തിടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ.